നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സേവ്യർ. പ്രധാന വാർത്തകൾ. നൂറുമേനി വിളവ് നൽകി ചിത്തിരക്കായൽ. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. റബ്ബർ കർഷകരോട് കാണിക്കുന്ന അതേ സമീപനം നെൽകർഷകരോടും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. സഭയിൽ കലിതുള്ളിയ പ്രതിപക്ഷത്തിന് പൊതുസമൂഹത്തിൽ വില നഷ്ടപ്പെട്ടെന്ന് മുൻ MLA ഡോക്ടർ KC ജോസഫ്. വാർത്തകൾ വിശദമായി. ചിത്തിരക്കായലിലെ നെൽകൃഷി വൻ വിജയം. 20 വർഷത്തിനു ശേഷം നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ചിത്തിരക്കായലിൽ കൃഷി ഇറക്കിയ 100 ഹെക്ടറിലെ വിളവെടുപ്പാണ് ഞായറാഴ്ച ആരംഭിച്ചത്. വിളവെടുപ്പിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ കൃഷിമന്ത്രി KP മോഹനൻ അധ്യക്ഷത വഹിച്ചു. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, തോമസ് ചാണ്ടി MLA, അഡ്വക്കേറ്റ് പ്രതിഭാകരി, ജില്ലാ കളക്ടർ N പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നു. അദ്ദേഹത്തോട് സഹകരിക്കുന്നതിന് കർഷകരും ഇവിടുള്ള ജനപ്രതിനിധികളും എല്ലാം തയ്യാറായി. MLAയും MPയും എല്ലാം വേണ്ട സഹായം നൽകി. ഗവൺമെന്റ് വേണ്ട സപ്പോർട്ടും. അപ്പൊ ഈ ഒരു കൂട്ടായ്മയാണ് ഇവിടെ വിജയം നേടിയിരിക്കുന്നത്. ഇന്ന് തന്നെ ഞങ്ങൾ കളക്ടർക്ക് 2 ഉത്തരവാദിത്തങ്ങൾ കൂടെ കൊടുത്തിരിക്കുക. ഈ വർഷം തന്നെ റാണിക്കായലൂടെ കൃഷി ചെയ്യണം. അതിന് ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുക്കും. രണ്ടാമത്തത്, ഈ ചിത്തിരക്കായലിലെ ഈ കൃഷി കുറെ കൂടി ഒന്ന് ക്രമീകരിച്ച് ഒരു കളക്റ്റീവ് ഫാമിങ്ങിന്റെ മോഡലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഒരു മോഡലാക്കാൻ, കേരളത്തിൽ തന്നെ ഒരു മോഡലാക്കാൻ പറ്റുമോ? ഈ 2 കാര്യങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുക. ഗവൺമെന്റ് തലത്തിൽ വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. റബ്ബർ കർഷകരോട് കാണിക്കുന്ന അതേ സമീപനം നെൽകർഷകരോടും കാണിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. KC വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിലെ നെൽകാർഷിക മേഖലയിലെ പമ്പിംഗ് സബ്സിഡി നൽകുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടതായി ധനകാര്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. നെല്ലിന്റെ സംഭരണ വില കിലോഗ്രാമിന് 25 രൂപയായി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് ഗുണകരമായ മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നും MP പറഞ്ഞു. അല്ല, പമ്പിംഗ് സബ്സിഡിയുടെ കാര്യം കഴിഞ്ഞ MPമാരുടെ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി. അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പെന്ന് പറയുന്നത് പമ്പിംഗ് സബ്സിഡി കർഷകർക്ക് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അത് ഒരാഴ്ചയ്ക്കകം കൊടുക്കാമെന്നാണ് സമ്മതിച്ചത്. മിക്കവാറും അതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയായി. മിക്കവാറും കർഷകർക്ക് ഈ മാർച്ച് മാസത്തിൽ തന്നെ പമ്പിംഗ് സബ്സിഡി അവരുടെ കൈകളിൽ എത്തുമെന്നാണ് ബഹുമാനപ്പെട്ട മാണി സാറ് കഴിഞ്ഞ MPമാരുടെ കോൺഫറൻസ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ ഉറപ്പ്. അപ്പോൾ അത് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ബഡ്ജറ്റിൽ 300 കോടി രൂപ നെല്ല് സംഭരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ തുക പോകുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ. ആ തുക പോകുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണ്? ഇവിടെ നെല്ലിന് 19 രൂപയാണ് താങ്ങുവില എന്ന് വെച്ചിട്ട്. ആ താങ്ങുവില 19-ൽ നിന്ന് ഒരു 22 അല്ലെങ്കിൽ 23, 25 രൂപയെങ്കിലും ആയി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ കർഷകർക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നെല്ലിൻ്റെ സംഭരണം നടത്തുന്നതിന് വേണ്ടിയാണ്. നെല്ലിൻ്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. നെല്ല് സംഭരണത്തിന് വേണ്ടി 300, അത് കഴിഞ്ഞ കാലങ്ങളിൽ 150 കോടി 200 കോടി കൊടുത്ത് ഇത്തവണ കുറച്ചുകൂടി കൂടുതൽ കൊടുത്തു, 300 കോടി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് നെല്ല് സംഭരിക്കുമ്പോൾ ഇപ്പം നിലവിലുള്ള താങ്ങുവില എത്രയാണോ അത് കർഷകർക്ക് ഉടൻ കിട്ടുമെന്നുള്ള ഒരു ആശ്വാസമേ ഉള്ളൂ. അതേസമയം റബ്ബറിന് 150 രൂപ നിശ്ചയിച്ചു. 150 രൂപ കിലോയ്ക്ക് നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന് സർക്കാർ 150 രൂപയ്ക്ക് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അതുപോലെ 120-ൽ നിന്ന് റബ്ബറിന് 150 രൂപയാക്കിയതുപോലെ നമ്മുടെ 19 രൂപയിൽ നിന്ന് നെല്ലിന്റെ വില 19 രൂപ, താങ്ങുവില 19-ൽ നിന്ന് ഒരു 22 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ നെൽകർഷകർക്ക് അതൊരു വലിയ ആശ്വാസമാകുമായിരുന്നു.
കേരളത്തെ ലോകജനതയ്ക്ക് മുന്നിൽ നാണം കെടുത്തിയ സമരമാണ് നിയമസഭയിൽ ഇടതുപക്ഷം നടത്തിയെന്ന് കേരള കോൺഗ്രസ് നേതാവ് ഡോക്ടർ കെ.സി. ജോസഫ്. KCV വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിൽ ഇടതുപക്ഷം നടത്തിയ സമരത്തോട് തീവ്ര ഇടത് ചിന്താഗതിക്കാർക്ക് പോലും യോജിക്കാൻ സാധിക്കില്ല. ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയും CPIM ഉയർത്തുന്ന വാദഗതികൾ യുക്തിസഹമല്ല. ഒരു സർക്കാരിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ് ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നത്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധനകാര്യമന്ത്രി KM മാണിക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും അതിന്റെ യാതൊരു വിവരങ്ങളും പുറത്തു വരാത്ത സാഹചര്യത്തിൽ നടത്തുന്ന സമരങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് ഭരണഘടനാപരമായ ആ ബാധ്യത ഒരു ഗവൺമെൻറ് നിർവഹിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിലെ ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുക. അപ്പം ധനകാര്യമന്ത്രിക്കെതിരെ ആക്ഷേപമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഒരാളൊരു ആക്ഷേപം ഉന്നയിച്ചതുകൊണ്ട് ധനകാര്യമന്ത്രി കുറ്റക്കാരനാകുന്നില്ല, ധനകാര്യമന്ത്രിയോ മറ്റാരെങ്കിലുമോ കുറ്റക്കാരനാകുന്നില്ല. ആക്ഷേപത്തെ പറ്റിൽ നിഷ്പക്ഷമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ആരോപണം ഉന്നയിച്ച വ്യക്തി പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിഷ്പക്ഷമായത് നൽകിക്കണം. അതിൻ്റെ റിസൾട്ട് വരട്ടെ. വരുന്നതുവരെ അസഹിഷ്ണുതയോടുകൂടി ഉള്ള ഈ കാര്യങ്ങളെ ഭരണത്തെ തകർക്കാൻ വേണ്ടി, ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി, ഭരണസമരം ഉണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി നടത്തുന്ന നീക്കങ്ങൾ നിർഭാഗ്യകരമാണ്. ജനാധിപത്യ ബോധത്തിന് നിരക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് ഇപ്പോൾ ഇതിൻ്റെ നിയമസഭ കൂടിയില്ല എന്ന് പറയുന്നതും അടിസ്ഥാനപരമായി ശരിയായ ഒരു കാര്യമല്ല. അന്നത്തെ ദിവസം സ്പീക്കറുടെ ചേംബറിലെത്തുകയും ആ ചേംബറിലെത്തി ധനകാര്യമന്ത്രിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനു മുമ്പ് പ്രതിപക്ഷാംഗങ്ങൾ മൈക്ക് നശിപ്പിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തു. പക്ഷേ അദ്ദേഹം വാക്കാൽ പറഞ്ഞു, പിന്നീട് കൈകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് ആംഗ്യം കാണിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. മാണി സാറ് ധനകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന സീറ്റ് മുൻനിരയിൽ നിന്നും രണ്ടാമത്തെ നിരയിലേക്ക് മാറ്റി. അത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് ഓരോ ഇന്ന സ്ഥലത്ത് സീറ്റ് കൊടുക്കണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് സ്പീക്കർ വിജ്ഞാപനം പുറപ്പെടുവിച്ചനുസരിച്ചാണ് രണ്ടാം നിരയിലെ ഒരു സീറ്റിലേക്ക് കെ മാണിയുടെ സീറ്റ് മാറ്റിയത്. H1N1 പനി തടയുന്നതിന് സാധ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനം. ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തി വീടുകൾ തോറും ബോധവൽക്കരണം നടത്താനും ആശുപത്രിയിൽ പരിശോധനാ സംവിധാനം ശക്തമാക്കാനും കളക്ടറുടെ ചേംബറിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. രോഗാണുക്കൾ വളരെ വേഗം പടരുന്നതിനാൽ പനി പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കളക്ടറേറ്റിൽ KC വേണുഗോപാൽ MPയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ DMO, വകുപ്പ് തല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. രാമങ്കരി ഗ്രാമപഞ്ചായത്തിന്റെ 2014-2015 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് സൈക്കിൾ, മേശ എന്നിവ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ മുടക്കിയാണ് കുട്ടികൾക്ക് സൈക്കിളും മേശകളും വിതരണം ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 38 വിദ്യാർത്ഥികൾക്ക് സൈക്കിളും 1 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 154 കുട്ടികൾക്ക് മേശകളുമാണ് വിതരണം നടത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. സുശീല ബാബു അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ പരീക്ഷയും പഠന സംബന്ധമായ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. പല ആളുകൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഞായറാഴ്ചയല്ലേ പ്രയറിന് പോകേണ്ട ആളുകളുണ്ടാവാം, മറ്റു പല ഉത്തരവാദിത്തങ്ങളുണ്ട്, ആകെ ഒരു ഞായറാഴ്ചയാണ് പല പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെല്ലാം മാറ്റിവെക്കാറുണ്ട്. ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസവും മനുഷ്യൻ. നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ ബഹുമാന്യപ്പെട്ട രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നു മുതൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാതെ ഈ സൈക്കിളെ കയറി നാട് മുഴുവൻ കറങ്ങിയടിച്ച് നടക്കുന്ന ശീലം ആർക്കെങ്കിലും കണ്ടാൽ, ഞാൻ 10ാം ക്ലാസ്സിലെ കുറച്ചുപേരെ പുറത്തു വെച്ച് കണ്ട് ആ സൈക്കിളിന്റെ ബാൽറ്റൂ അവിടെ വെച്ച് ഞങ്ങൾ ഊരും. ഈ പഞ്ചായത്ത് മെമ്പർമാർ ഒരു തർക്കമില്ല. പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് ബാൽറ്റൂ കൊടുക്കുകയുള്ളൂ. തർക്കമില്ലാത്ത കാര്യമാണ്. പരീക്ഷ കഴിയാതെ ഒരു കാരണവശാലും സൈക്കിളിന്റെ താക്കോൽ ഇന്നത്തെ കഴിഞ്ഞിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മുടെ മേശ ഇപ്പോൾ 56 എണ്ണം മറ്റും എത്തിച്ചിട്ടുണ്ട്. അതിന്റെ വർക്കിംഗ് മേഖലയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം അടുത്ത ദിവസം മാത്രമാണ് ബാക്കി എത്തിച്ചേരുന്നത്. ആരും പേടിക്കണ്ട. ആപ്ലിക്കൻസ് ആയിട്ടുള്ളവരുടെ അർഹതപ്പെട്ട ആളുകൾക്കെല്ലാം ഈ ആഴ്ച തന്നെ അത് പരിപൂർണമായി വിതരണം ചെയ്യും. ധനലക്ഷ്മി അമ്മാൾ, സന്തോഷ് മാത്യു, ജോസഫ് ചെക്കോടൻ, VV പ്രസന്ന, പ്രതീഷ് ബാലകൃഷ്ണൻ, ഗിരിജ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപകമായി അക്രമം നടന്നതിൽ പ്രതിഷേധിച്ച് UDF സംസ്ഥാന വ്യാപകമായി പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു.
കുട്ടനാട് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം സൗത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാമങ്കരി പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വേഴപ്ര ടൈറ്റാനിക് പാലത്തിന് സമീപം സമാപിച്ചു. യോഗത്തിൽ ജോസഫ് ചേക്കോടൻ അധ്യക്ഷത വഹിച്ചു. CB രാജീവ്, പ്രമോദ് ചന്ദ്രൻ, MV സജീവ്, ബെൻസൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പീക്കർ എന്ന് പറയുന്നത് നിയമസഭയുടെ അധ്യക്ഷനാണ്. സ്പീക്കർക്ക് കക്ഷി രാഷ്ട്രീയമില്ല. അദ്ദേഹത്തെ നിയമസഭയിലേക്ക് വരുവാൻ അനുവദിക്കാതിരിക്കുകയും അദ്ദേഹത്തിന്റെ ചെയർ മറിച്ചിട്ടുകൊണ്ട് മൈക്ക് മറ്റുപകരണങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവഹേളിക്കുകയും അദ്ദേഹത്തെ സഭയിലേക്ക് അദ്ദേഹത്തിന്റെ ചെയറിലേക്ക് ഇരിക്കുവാൻ അനുവദിക്കാതെയും ചെയ്യുകയും തന്നെയുമല്ല മാണി സാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മുണ്ടുമടക്കി കുത്തി ആരും കാണാത്ത ഭാഗങ്ങളൊക്കെ കാണിച്ച് വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിൽ ശിവൻകുട്ടി എന്ന ആ ഗുണ്ടയുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് വായിക്കുമ്പോൾ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഗുണ്ടായുസം കാണിക്കണമെന്നും ഭരണകക്ഷി MLA-മാരെ മർദ്ദിക്കണമെന്നും ഒക്കെയുള്ള തീരുമാനമെടുത്തുകൊണ്ടായിരുന്നു ആ 13-ാം തീയതിയിലെ അവരുടെ വരവ്. പുളിങ്കുന്നു ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പഞ്ചായത്ത് പടിക്കൽ BJP ജനകീയ ധർണ സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 11-ന് നടക്കുന്ന ധർണ BJP ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി K. സോമൻ ഉദ്ഘാടനം ചെയ്യും. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ഓൾ കേരള സ്മോൾ സ്കെയിൽ ഫ്ലവർ ആൻഡ് റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷൻ 4ാമത് കുട്ടനാട് മേഖലാ വാർഷിക സമ്മേളനം നടന്നു. ഞായറാഴ്ച രാവിലെ 10-ന് മാമ്പഴക്കരി കുട്ടനാട് വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ മേഖലയായ ചെറുകിട നെല്ലുകുത്ത്, പൊടിമില്ല്, കൊപ്ര, ആട്ടുമില്ലുകൾ സ്ഥാപിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരുടെ പ്രതിസന്ധികൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MP പറഞ്ഞു. നിങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവസ്ഥ ഉണ്ടാകുന്നു. അത് പരിഹരിക്കാൻ ഗവൺമെന്റ് ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ, ഈ തവണ പാർലമെന്റ് ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ ആദ്യം പ്രസംഗിച്ചത് നെൽകർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്.
കാരണം നെല്ലിന്റെ താങ്ങുവില 19 നിന്ന് 25 ഉയർത്തണം എന്നുള്ള ആവശ്യം പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ആ ആഴ്ചയിൽ തന്നെ ഉന്നയിക്കുകയുണ്ടായി എന്ന് പറയുവാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുകയാണ്. അതുപോലെ കുട്ടനാടിന്റെ കർഷകരുടെയും നെൽകർഷകരുടെയും അതുപോലെ ഫ്ലവർ മില്ലുകാരുടെയും റൈസ് മില്ലുകാരുടെയും പ്രശ്നങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അത് പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ ഇനിയും സ്വീകരിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ശക്തമായി സംസാരിക്കും എന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് സണ്ണി അത്തിക്കളം അധ്യക്ഷത വഹിച്ചു. മുൻ MLA ഡോക്ടർ KC ജോസഫ്, മാന്നാർ അബ്ദുൽ ലത്തീഫ്, അഡ്വക്കേറ്റ് നാസറം പൈങ്ങാമടം, ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ചയുണ്ടായ കാറ്റിലും മഴയിലും കാവാലം കുന്നുമ്മയിൽ വീട് തകർന്നു. പടിഞ്ഞാറെ കുന്നുമ്മ കിഴക്കേ പുറയാറ്റ് പാപ്പച്ചന്റെ വീടാണ് തകർന്നത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീട് തകർന്നത്. അപകട സമയത്ത് പാപ്പച്ചന്റെ ഭാര്യ മേരിക്കുട്ടി, മകൻ ഷിബുവിന്റെ ഭാര്യ, മക്കൾ എന്നിവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ വൻ അപകടം ഒഴിവായി. 30 വർഷത്തോളം പഴക്കമുള്ള വീട് പൂർണ്ണമായും തകർന്നു. കൂലിപ്പണിക്കാരനായ പാപ്പച്ചന്റെ മകൻ ഷിബുവിന്റെ ഏക വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. ഉണ്ടായിരുന്ന വീടും നിലംപൊത്തിയതോടെ താൽക്കാലിക ഷെഡിലാണ് ഈ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത്. ഇന്നലെ 4 മണിയോടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പെട്ടെന്നായിരുന്നു എല്ലാം ഇത് ചോദിച്ച് താഴെ വിടുകയായിരുന്നു. ഞങ്ങളോട് രക്ഷപ്പെടുമായിരുന്നു. പഞ്ചായത്ത് ഒരു അപേക്ഷ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ സാറ് വന്നിട്ട് നോക്കിയായിരുന്നു. ഇത് പൊളിക്കാതെ മാറ്റാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞ അടവി വന്നപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ പൊളിഞ്ഞ് അവിടെ പോയപ്പോഴത്തെ ഷീറ്റെല്ലാം കൂടെ പെറുക്കി അപ്പുറം ഷീറ്റ് മാറ്റി ഇട്ടത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയത്. ഈ കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ മകനും രക്ഷപ്പെട്ടു പോയത് ഒരു നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട്. അങ്ങനെ ആയിട്ട് ഏതായാലും ഇത്രമേലൊക്കെ ആയി. ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഞങ്ങൾക്ക് ചെയ്യണം. ഞങ്ങൾക്കൊരു പൂനാച്ചിയോട് ചോദ്യത്താൽ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് ചെയ്തു പോകാനായിട്ട് എന്തെങ്കിലും എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് എന്തെങ്കിലും സഹായം ഇതിനെ ചെയ്താൽ തീരും. സ്വന്തമായി ഒരു വീട് എന്നത് സ്വപ്നം മാത്രമായ ഇവർക്ക് ഇനി ഒരു കിടപ്പാടം നിർമ്മിക്കണമെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെയോ റവന്യൂ അധികാരികളുടെയോ സഹായം ലഭിച്ചാൽ മാത്രമേ സാധിക്കൂ. ഇതിനായി അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. KCV ന്യൂസ്, കുട്ടനാട്. വടക്കൻ വെളിയനാട് ഇളങ്കാവ് പുളുങ്ങുന്നു നാട്ടുതോട് പോള നിറഞ്ഞ നിലയിൽ. തോട്ടിൽ പോള നിറഞ്ഞതോടെ കുടിക്കാനും കുളിക്കാനും അടക്കം വെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇളങ്കാവ് പാടശേഖരത്തോട് ചേർന്നുള്ള ചെറുപാടത്തെ പോള തള്ളിയതാണ് പൊതുതോട്ടിലേക്ക് കയറാൻ ഇടയാക്കിയത്. മത്സ്യകൃഷി ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പോള പാടത്തുനിന്നും സ്വകാര്യ വ്യക്തികൾ നീക്കം ചെയ്തത്. എന്നാൽ തള്ളിവിടുന്ന പോള പൊതുതോട്ടിലേക്ക് കടക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഇവർ സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ അടുത്തൊരു മീൻ വളർത്താൻ വേണ്ടിയൊരു പള്ളപ്പാടത്ത് പോളയുണ്ടായിരുന്നു. അത് മീൻ വളർത്തുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ പോള തള്ളി ആറ്റി വിട്ടു. ആ കാറ്റിൻ്റെ എന്തോന്നുകൊണ്ടും വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ടും ഇതിനകത്ത് കയറി അങ്ങ് മറിഞ്ഞതാണ്. നിങ്ങൾ ഈ വെള്ളമാണോ ഉപയോഗിക്കുന്നത്? ഇതിനകത്താണ് കുടിക്കുകയും കുളിക്കുകയും അലക്കുകയും എല്ലാം ചെയ്യുന്നത്. കുടിക്കുന്ന വെള്ളം, സത്യമായി പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളം ഇതാണ്. ഇവിടെ അങ്ങ് വേറെ പൈപ്പ് ലൈനോ ഒന്നും ഞങ്ങൾക്കില്ല. ഇപ്പം കിടക്കാൻ തുടങ്ങിയിട്ട് 2 മാസമായിട്ടുണ്ട്. പഞ്ചായത്തിന് പറഞ്ഞപ്പോഴത്തേക്ക് വെള്ളനാട് പഞ്ചായത്തിൻ്റെ എന്ന് പറയുന്നത് കാവാലം പഞ്ചായത്തിൻ്റെ തോട് അങ്ങനെ കിടക്കുന്നു. ഇത് പിന്നെ വെളിയനാട് മുതൽ പുളിങ്ങുന്നവരെ ഇപ്പം മൊത്തം നിറഞ്ഞു കിടക്കുക. പോള തിങ്ങി തോട്ടിലെ ഒഴുക്ക് നിലച്ചതോടെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ് നിലവിൽ. വേനൽ മഴ കടുത്തതോടെ തോട്ടിൽ വെള്ളപ്പറ്റ് രൂക്ഷമായിരിക്കുകയാണ്. വടക്കൻ വെളിനാട് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കടക്കം പരാതികൾ നൽകിയിട്ടും നാളിതുവരെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വേഴപ്ര കൊട്ടാരത്തിൽ ശ്രീഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച കൊടിയേറ്റ് കർമ്മം നടന്നു. വൈകുന്നേരം 7 മണിക്ക് തന്ത്രിമുഖ്യൻ താഴമൺ ബ്രഹ്മശ്രീ കണ്ഠരൻ മഹേശ്വരുടെയും ക്ഷേത്രം മേൽശാന്തി അനിൽ നമ്പൂതിരി, കീഴ്ശാന്തി ഈശ്വരൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് യജ്ഞാചാര്യൻ ചെങ്ങന്നൂർ ജയപ്രകാശിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. മാർച്ച് 21 നടക്കുന്ന അപവൃത സ്നാനത്തോടെ നവാഹയജ്ഞം സമാപിക്കും. 22 ദേശതാലപ്പൊലി, പള്ളിവേട്ട, നാടകം എന്നിവ നടക്കും. മീനപ്പരണി ദിനമായ 23 നടക്കുന്ന ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും.
ഇനി ചരമ വാർത്തകൾ. ചക്കച്ചമ്പാക്ക കുത്തേട്ട് വീട്ടിൽ എൻ പരമേശ്വരൻപിള്ള നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചമ്പക്കുളം കടുക്കാത്തറ KC പാപ്പച്ചൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ചമ്പക്കുളം കൊണ്ടാക്കൽ സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറുമേനി വിളവ് നൽകി ചിത്തിരക്കായൽ. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. റബ്ബർ കർഷകരോട് കാണിക്കുന്ന അതേ സമീപനം നെൽകർഷകരോടും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. സഭയിൽ കലിതുള്ളിയ പ്രതിപക്ഷത്തിന് പൊതുസമൂഹത്തിൽ വില നഷ്ടപ്പെട്ടെന്ന് മുൻ MLA ഡോക്ടർ KC ജോസഫ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.